കാണിക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്ക്. ഹേ You naughty. Hey. മരിക്കുന്നി ഹൃദയം ഇനിയെന്തു മരണം ഉസിരോടെ കരിയുന്ന ഉടലാകെ ഇതാ ഉരുകുന്നരുതിരം നീറുന്നു ഉദരം എൻ പ്രാണനായുള്ളിലലിയുന്നിതാ ഹൃദയം ഉസിരോടെ കരിയുന്ന ഉടലാകെ ഇതാ ഉരുകുന്നരുതിരം നീറുന്നു ഉദരം എൻ പ്രാണനായുള്ളിലലിയുന്നിതാ. സിദ്ധാർത്ഥ് വേണ്ട. ഈ ആവേശം നിനക്ക് ബെഡിലും കാണിച്ചൂടായിരുന്നില്ലേ? നീയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് നീയില്ലാതെ വേറെ ആരല്ല പറയും. ഞാൻ നിങ്ങളെ ക്ഷമിച്ചോളാം. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ മതി. ഞാൻ നിന്നെ ക്ഷമിക്കണമല്ലോ. നീ എത്ര തന്നെ ട്രൈ ചെയ്താലും എന്നെ നിനക്ക് ഹാപ്പി ആക്കാൻ പറ്റില്ല. നിന്നോട് ഈ കാര്യം എങ്ങനെ പറയണമെന്ന് അറിയണ്ട. ഞങ്ങൾ ഇതുപോലത്തെ ഒരു പരിപാടി ഒപ്പിച്ച് അതുകൊണ്ടാ ഇങ്ങനെ പ്ലാൻ ചെയ്ത്. അപ്പൊ വെറുതെ സംസാരിച്ച് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. നിന്റെ ഡീല് ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് തട്ടിയെടുത്തു. നീ നിന്റെ ലൈഫിൽ എല്ലാവരെയും നഷ്ടപ്പെടുത്തി. ആദ്യം ജോബ്, ഇപ്പൊ എന്നെയും. യു ആർ എ ഫക്കിംഗ് ലൂസർ. നിന്നെ പോലത്തെ ആളുകളൊക്കെ ഭൂമിക്ക് ഭാരോ. ജീവിച്ചിരിക്കുന്നതും വേസ്റ്റാ. ശരിക്കും ഒന്ന് ചീഞ്ഞാൽ മാത്രല്ലേ മറ്റൊന്നിന് വളവാകും. ഇവനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടെ? വാ പോവാ. സോറി അളിയ. നീ ആരാണെന്നൊരിക്കലും ആരോടും പറയരുത്. നീ സ്നേഹിക്കുന്നവർ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കേ. എടുക്കടാ, നിന്റെ കയ്യിലുള്ള എല്ലാം എടുക്കടാ. എടുക്കടാ അവിടെ. ഈ ബിയർ അല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. വെറുതെ മനുഷ്യ പ്രാന്ത് എടുപ്പിക്കല്ലേ. ഉള്ള എന്തായാലും എടുത്തോ. എന്റെ കത്തിക്ക് പണി ഉണ്ടാക്കല്ലേ. ഞാൻ ചാവാൻ പോവാ. നിങ്ങൾക്ക് വേണമെങ്കിൽ കിഡ്നി, ലിവറും അങ്ങനെ എന്ത് വേണമെങ്കിലും എടുത്തോളാം. ഇതെന്താ കഞ്ചാവാണെന്ന് തോന്നുന്നു. നമുക്ക് വായിക്കാം. എമോഷൻസ് ഇല്ലാത്തവന് പെയിൻ ഉണ്ടാവില്ല. ദിവസവും മരിക്കുന്ന എന്നെ പോലെ ഒരാൾക്ക് മരണം പുതിയതൊന്നുമല്ല.
നമസ്കാരം സിദ്ധാർത്ഥ്. ഗെയിം ഓൺ. റിയൽ ടൈം സൈക്കോളജിക്കൽ ഗെയിമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ ഈ മാനസികാവസ്ഥയിൽ നിങ്ങളെ ഈ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ആ ഈച്ചയെ 1/2 സെക്കൻഡിൽ കൊന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടുന്നു. കൺഫേം ചെയ്യാൻ 1 അമർത്തൂ. എനിക്കിതിനെ പോലും കൊല്ലാൻ പറ്റില്ലെങ്കിൽ ഞാൻ ചത്താലും വേസ്റ്റാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഈ ഗെയിമിലെ ആദ്യത്തെ ടാസ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ലക്ഷങ്ങൾ സമ്പാദിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. ലോകത്തിലെ എല്ലാത്തിനേക്കാളും ബെസ്റ്റായ മ്യൂസിക് ATM പണം വരുമ്പോൾ എടുക്കുന്ന മ്യൂസിക്കാണ്. നമസ്കാരം. നിങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഗെയിം തുടങ്ങുന്നതിനായി 1 അമർത്തുക. 3 ലക്ഷം രൂപ കിട്ടുന്നതിനായി നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കുട്ടിയെ, അത് പെണ്ണോ ആണോ, അവരെ കരയിപ്പിക്കണം. ഇതിന് അനുവദിക്കുന്ന സമയം 300 സെക്കൻഡ്. What a funny task. കൺഫേം ചെയ്യാൻ 1 അമർത്തുക. മോളെ ബർഗർ കഴിക്കുന്നു. ഞാൻ പോയി വാങ്ങിട്ട് വരാം. നിന്റെ പേരെന്താ? പറയില്ല. പറയില്ലെന്നോ? അയ്യേ, ബോറ് പേര്. എന്റെ പൊന്നോ, ഇവളിങ്ങനെ കരയിപ്പിക്ക. ഇനി നിന്റെ അമ്മ വരത്തില്ല. നിന്നെ വിട്ടേച്ച് പോയി അറിയോ നിനക്ക്? എവിടെ വിട്ടിട്ട് പോയി? വരുമല്ലോ. എന്നെ ഭയങ്കര ഇഷ്ടമാണ് മമ്മിക്ക്. ഹേയ്, സൂപ്പർ. എക്സാക്ട്ലി ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണല്ലോ നീ. സൂപ്പർ. എക്സാക്ട്ലി ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാണല്ലോ നീ. ശരി, ഇത് ചെയ്തേ. ശരി, ഇത് ചെയ്ത്. മമ്മി, മമ്മി. Oh shit. നമസ്കാരം. ഈ ഗെയിം നിങ്ങൾക്ക് സന്തോഷം നൽകുന്നു എന്ന് വിശ്വസിക്കുന്നു. നെഞ്ചു വേദനിക്കുന്നത്ര സന്തോഷമായിരിക്കോ? നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വേദനിപ്പിച്ചവർ ആരാണോ അവരെ പോയി അടിക്കുക. ഇതിനുള്ള സമയം 60 മിനിറ്റ് മാത്രം. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നു 5 ലക്ഷം രൂപ.
ഇത് സെക്സി, കൺഫേം ചെയ്യാനായി എനിക്കെന്തുകൊണ്ടാ ഈ 1 ഐഡിയ അമർത്തുക. തോന്നാത്തത്? വീണ്ടും കേൾക്കണമെങ്കിൽ 9 അമർത്തുക. കേൾക്കാൻ തന്നെ ഇത്ര സന്തോഷമുണ്ടെങ്കിൽ ശരിക്കും പോയി അടിച്ചാലോ? Here comes the man on fire, walking like a monster. You got to know that oh, he rides a roller coaster. My mama told me how to be away from the gangster. Ready to see you after. ഈ മോതിരം നിന്റെ വിരലിൽ ദിവസം കൊണ്ട് നിനക്ക് ഈ ഒരു പറച്ചിലേ ഉള്ളോ? യു നോട്ടി. ഏയ്. നീ ഒന്നും പറയണ്ട, ഞാൻ നോക്കിക്കോളാം. അങ്ങോട്ട് മാറിയിരിക്കും. എന്തേ, ജോബ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? നീ എന്തോ വലിയ ഷോയെ കാണിക്കുന്നേ? ഒന്നുമില്ല, ഉത്തരവില്ലാത്ത ചോദ്യം ദൈവം തരത്തില്ലെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം അറിയാൻ വേണ്ടി. ആഹാ, എന്നിട്ട് കിട്ടിയോ? ഹലോ, ഞാൻ ഈ ജോബ് തട്ടിയെടുത്തൊന്നുമല്ല. ഐ മോർ ഡിസേർവിംഗ്. ഷോളാ, ഞാനിതൊരു ചോദ്യം പോലും ചോദിച്ചില്ല. അപ്പോഴേക്കും എന്തിനാ പിടയ്ക്കുന്നത്? ഇപ്പൊ തന്നെ ഓവറായി. ചെല്ലേ, പോ നോക്ക്, പുറത്ത് പോടാ. എന്തിനാണ് അവളെ അടിച്ചത്? ഇപ്പൊ എന്തിനാ അവൾ അടിച്ചതെന്ന് അവൾക്കറിയാം. പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുക്കും മോളെ. പറയേടി, പറയ്. അത് നിന്റെ ജോബ് തട്ടിയെടുത്തതിന് ഉണ്ടല്ലോ. ഇപ്പൊ എന്തിനാ അടിക്കാൻ പോകുന്നെന്ന് വെച്ചാ തെറ്റ് ശരിയാണെന്ന് പറയുന്നവർക്ക് ശരിയായ ഉത്തരം ഒന്ന് പറഞ്ഞ് പറയൂ ചക്കര, ഒന്ന് പറയൂ. അവിടെ നിക്കടാ, നിനക്ക് കേൾക്കണ്ടേ? നീ ഒന്ന് പോകുന്നുണ്ടോ? നീ പറയ് ബേബി, നീ പറയ്. നിന്നെ ചീറ്റ് ചെയ്തതിനാണോ? നിനക്ക് പറയാം, ഞാൻ പറയാം. ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് തന്നെ നിന്നെ യൂസ് ചെയ്തതിനാണോ? ഏയ്, അതിനല്ല. ഇതൊന്നുമല്ല. നിനക്ക് രാഹുലിയാണ് വേണ്ടെന്ന് പറഞ്ഞു, തെറ്റില്ല. നിനക്ക് പണമാണ് വേണ്ടെന്ന് പറഞ്ഞത് തെറ്റല്ല. എന്നാലും പണം വാങ്ങിയിട്ട് കിടക്കുന്നവരെ വെച്ച് എന്നാണ് പറയാറ്. പക്ഷേ നിന്നെ പോലെ പ്രേമം അഭിനയിക്കുന്നവരെ ശരിക്കും എന്താണ് പറയാ? ഇതാണ് എന്റെ ചോദ്യം. നീ പറയുന്നോ അതോ അവൻ പറയുന്നോ? അവൻ തന്നെ പറഞ്ഞോളൂ. പറയടാ. എനിക്കൊന്നും അറിയില്ല. പറയടാ മോനെ. ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാടാ കണ്ടത്. പക്ഷെ പാമ്പുകളാണ് നിങ്ങളൊക്കെ. നാണില്ലേ? രാവിലെ സിഗരറ്റ് പെട്ടെന്ന് എടുക്ക. സിഗരറ്റ് എടുക്ക. കിങ്സ്. എന്താണെങ്കിലും നമ്മൾ ഫ്രണ്ട്സ് അല്ലേടാ. നീ ആ മൈനുമായിട്ട് സെറ്റ് ആയില്ലടാ. ഓളെ നന്നായിട്ട് നോക്കിയോ. എന്താ നോക്കുന്നത്? ആ സൈലന്റ് ആയിട്ട് ഞാനൊരു മൂലയ്ക്ക് ഇരുന്നിട്ട് ജോലി നോക്കും. ആരെങ്കിലും നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തിരുന്നോ? യൂസ് ചെയ്യായിരുന്നു. ഇവിടെയുള്ള ഓരോരുത്തരും എന്നെ യൂസ് ചെയ്യായിരുന്നു. ഇപ്പൊ ചിരിയടാ, ചിരിക്കേ. ഓക്കെ ബോയ്സ്, അടിച്ചു പൊളിക്കുക, നല്ലോണം ജോലി ചെയ്യാം. പിന്നെ സൈലന്റ്. ആരാടാ നിന്നെ അകത്തേക്ക് വിട്ടത്? ബ്ലഡി ട്രാഷ്. അയ്യോ, താൻ ഈ ഗെയിമിൽ ഇല്ലല്ലോ. റോങ് ടൈമിലല്ലേ എൻട്രി ആയത്. വാ രാവിലെ ആരെയാണോ അവ കണി കണ്ടത്? എടാ നീ എന്നോട് പറയണ സെക്യൂരിറ്റി.
Here comes the man on fire, walking like a monster. You got to know that he rides a roller coaster. My mama told me how no. കുറച്ചു നേരത്തിട്ടും എന്തോ പറഞ്ഞില്ലേ? യെസ്, സൈലന്റ് ആയിട്ട് ഇരിക്കുന്നവനെ മാത്രം ഒരിക്കലും ചൊറിയാൻ നിൽക്കരുത്. പന്നെ ഞാനിത് എടുക്കുന്നുണ്ടേ. ആൻഡ് വൺ ലാസ്റ്റ് തിങ്,